ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 83-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം ഓർത്തതുപോലെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ശമൂവേലിൻ്റെ പുത്രന്മാർ ദൈവഹിതത്തിന് വിപരീതമായി ന്യായപാലനം ചെയ്തവരായിരുന്നു. ദൈവമല്ല അവരെ വാസ്തവത്തിൽ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. മറിച്ച് ശമൂവേൽ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി എന്നുള്ളതാണ് നാം വായിക്കുന്നത്. അവരുടെ കുഴപ്പങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നാം ഓർക്കുകയുണ്ടായി. ഇത് മറയാക്കിക്കൊണ്ട് ഇസ്രായേൽ പ്രഭുക്കന്മാരും ഇസ്രായേൽ ജനവും തങ്ങളുടെ ചുറ്റുപാടുമുള്ള സകല ജാതികളെയും പോലെ ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് പറയുന്നത് ശമൂവേലിന് പ്രയാസമായി, അനിഷ്ടമായി. അത് ദൈവത്തിൻ്റെ ഹൃദയത്തിനും ദുഃഖമായി എന്നുള്ളത് നാം ഓർക്കുന്ന വിഷയമാണ്. എന്നാൽ അവിടെ ആവർത്തിച്ചുള്ള ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അതിന് നിർബന്ധിത അനുവാദം കൊടുക്കുന്നത്, അനുവാദക ഇഷ്ടം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ഒരിക്കലും തൻ്റെ ഹിതപ്രകാരമല്ല അവർക്ക് രാജാവിനെ നൽകുന്നത്. മറിച്ച് അവർ നിർബന്ധ ബുദ്ധിയ ആവശ്യപ്പെട്ടപ്പോൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് അവരെതിര് നിന്നുകൊണ്ട് അവർ ദൈവിക ഭരണത്തിനേക്കാൾ കൂടുതൽ രാജാക്കന്മാരുടെ ഭരണത്തെ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം അത് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കാം, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം അവരോട് അറിയിക്കണം. വാസ്തവത്തിൽ അവർക്ക് ഈ രാജാക്കന്മാർ മുഖാന്തരം വരുവാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, അതിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് അറിയിക്കണമെന്നുള്ളതാണ് കർത്താവ് വ്യക്തമായിട്ട് ഇവിടെ ശമൂവേലിനോട് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ ജനം വാസ്തവത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? അവർക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് അവർ ദൈവസന്നിധിയിൽ ദൈവിക ഭരണത്തിലേക്ക് തിരിച്ചു വരണമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് നാം പിന്നീട് ചിന്തിക്കുവാൻ പോകുന്ന വസ്തുതയാണ്. നോക്കുക, ഈ രാജാവ് അവരെ ഭരിക്കാനായിട്ട് പോകുമ്പോൾ തുടർന്ന് വരുവാൻ പോകുന്ന രാജാക്കന്മാരുടെ രീതികൾ എന്തായിരിക്കുമെന്നും അവർ ഇവരുടെ മക്കളോട് ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ വേദപുസ്തകത്തിൽ ഈ ഭാഗത്തിൽ ശമൂവേലിലൂടെ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ മക്കളെ അറിയിക്കുന്നു. അതിലേക്ക് നമ്മൾ വേഗത്തിൽ സമയപരിമിതിയിൽ ഒന്ന് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 8-ാം അധ്യായം ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ പുത്രന്മാരോടുള്ള ഈ പുതിയ രാജാക്കന്മാരുടെ രീതി എന്തായിരിക്കുമെന്ന് കാണുവാൻ കഴിയുന്നു. ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരുമാക്കും, അവൻ്റെ രഥങ്ങൾക്ക് മുൻപേ അവർ ഓടേണ്ടി വരും. നോക്കുക, ഈ രാജാക്കന്മാർക്ക് അകമ്പടിയായി അവരുടെ രഥങ്ങൾക്ക് മുൻപേ ഓടേണ്ടുന്ന ദുരവസ്ഥയിലേക്ക് ഈ ജനം വരും എന്നുള്ളത് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. തന്നെയുമല്ല, അവനവരെ 1000-നും 50-നും അധിപതിമാരാക്കും. തൻ്റെ നിലം കൃഷി ചെയ്യുവാനും തൻ്റെ വിള കൊയ്യുവാനും തൻ്റെ പടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളും ആയിട്ട് എടുക്കും. ഇത് ദുഃഖകരമായ വസ്തുതയാണ്. ഇന്നവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നവരാ. ദൈവം അവരെ പ്രത്യേകിച്ച് നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവരുടെ പുത്രിപുത്രന്മാർ രഥങ്ങൾക്ക് മുൻപായി ഓടേണ്ടുന്ന സ്ഥിതിയിലേക്ക്
അവരുടെ പുത്രിമാർ ഈ രാജാവിന് സേവ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അവർ വരും എന്ന് വളരെ വ്യക്തമായിട്ട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്. എന്നെ ചിന്തിപ്പിച്ച വസ്തുത ഇത് കേൾക്കുമ്പോൾ അവർ പിന്തിരിയണമായിരുന്നു. എന്നാൽ അതല്ല സംഭവിച്ചത്. അവരുടെ പുത്രീപുത്രന്മാർക്ക് വരുന്ന ദുരവസ്ഥയേക്കാൾ കൂടുതൽ മറ്റുള്ള ജാതികളിലേക്ക് അവരുടെ കണ്ണുകൾ പതിഞ്ഞപ്പോൾ അവർ ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വില ലോകത്തിന് നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ പുത്രീപുത്രന്മാർക്ക് ദൈവം ആഗ്രഹിക്കാത്ത സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും അതിലേക്ക് തിരിയരുത് എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. 14, 15, 16, 17 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ വിളവുകളും നിലങ്ങളും ആടുകൾ തുടങ്ങിയവ അവൻ എപ്രകാരം ഉപയോഗിക്കുമെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കുക. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പുതിയ രാജാക്കന്മാർ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അത് ദൈവം ആഗ്രഹിക്കാത്ത കാര്യമാണ്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അവരുടെ വിശേഷമായിട്ടുള്ള നിലങ്ങളും തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളുമെല്ലാം അവനെടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കുകയാണ്. ഇവരുടെ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് അത് മാറ്റപ്പെടുകയാണ്. അത് തന്നെയുമല്ല, 15 വാക്യത്തിലേക്ക് വരിക. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശമെടുത്ത് തൻ്റെ ഷണ്ണന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതുകളെയും പിടിച്ച് തൻ്റെ വേലയ്ക്കാക്കും. എത്ര വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ കോമള യുവാക്കന്മാർ, നിങ്ങൾക്കുള്ളവരെല്ലാം അവൻ്റെ വേലയ്ക്ക് ദാസന്മാരായി പോകുന്ന സ്ഥിതിയിലേക്ക് ഇസ്രയേലെ നിങ്ങൾ പോകും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവരുടെ കാതുകൾ അതൊന്നും എത്തിയില്ല എന്നുള്ളത് എത്ര ദുഃഖകരമാണ്. 17 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ നിങ്ങളുടെ ആടുകളിൽ 10 എടുക്കും, നിങ്ങൾ അവന് ദാസന്മാരായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ദാസന്മാരായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇസ്രയേലിനോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ദുരവസ്ഥകൾ സംഭവിക്കും. എന്തിനാ ദൈവം ഇത് പറയുന്നത്? നാളെ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയരുത്. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഞാൻ തരുന്നത് എൻ്റെ മനസ്സോടെയല്ല, മറിച്ച് നിങ്ങളുടെ നിർബന്ധം കൊണ്ട്, നിങ്ങളുടെ വാശി കൊണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത് നിങ്ങൾക്ക് നന്മയ്ക്കല്ല. നിങ്ങൾ ഇപ്പോഴെങ്കിലും മനം തിരിയണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ദൈവം ആഗ്രഹിക്കാത്ത അനേക കാര്യങ്ങൾ അനേകരുടെ ജീവിതങ്ങളിൽ കാണുമ്പോൾ ഇത് മറക്കാനായിട്ട് പാടുള്ളതല്ല. ഭൗമികമായിട്ടുള്ള എല്ലാ വസ്തുതകളും ദൈവം തന്ന അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കരുത്. മറിച്ച് നമ്മളെ കെണിയിൽപ്പെടുത്തുവാൻ പിശാച് വെച്ച് നീട്ടുന്ന അനേകമായിട്ടുള്ള കെണികളുണ്ട്. ദൈവഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ കാണരുത്. ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ ദൈവം പറയുന്നത് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ശരിയായ സ്വാതന്ത്ര്യം. ഇസ്രയേലിന് വളരെ വ്യക്തമായിട്ട് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്നാൽ അവർ അതിൽ നിന്ന് പിന്തിരിയുന്നില്ല. ഈ സമയം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.